السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخرى يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم വലഅല്ലക്കും തഷ്കുറുൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പുണ്യകരമായ സമയത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഏതൊരു പ്രവർത്തനത്തിൻ്റെയും വിജയ പരാജയങ്ങളെ വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ പര്യവസാനമെങ്ങനെ എന്നത് നോക്കിയാണ്. അത് മത്സരങ്ങളിലൊക്കെയും അങ്ങനെയാണ്. നമ്മളൊരു മാസക്കാലത്തെ ആരാധനാകർമ്മം അതിൻ്റെ 2 ഭാഗവും പിന്നിട്ട് അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് എന്തൊന്നാണോ നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ കൂടുതൽ തകൃതിയായി ചെയ്യേണ്ട ഒരു സമയമാണ് ഇനിയുള്ളത് എന്ന് ചുരുക്കം. സാധാരണ ഈ വീട് പണിയൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്തുള്ള ഒരു ബന്ധപ്പാടും ഒരു തകൃതിയായ പ്രവർത്തനങ്ങളുണ്ട്. അത് ഇനി ഇത്ര സമയം കൊണ്ടത് പൂർത്തീകരിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നൊരു തന്ത്രപ്പാടാത്. ഏതാണ്ട് ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് ഇനി കിടക്കുന്നത്. കഴിഞ്ഞുപോയ സമയങ്ങളുടെ പകുതി സമയമാണ് നമ്മളുടെ മുന്നിൽ ഇനിയുള്ളത്. നോമ്പ് കൊണ്ട് എന്താണോ നേടേണ്ടത് അത് നേടാൻ. വെറുതെ ഒരു മാസക്കാലം ഇങ്ങനെ പകൽ മുഴുവൻ പട്ടിണി കിടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ തുടങ്ങി വെച്ച ഒന്നും അല്ലല്ലേ നമ്മളുടെ ഈ പ്രവർത്തനം. ആണോ? അങ്ങനെയല്ലല്ലോ. ഇതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നല്ലേ. ഒരു മാസക്കാലം ഞാനിങ്ങനെ അധ്വാനിക്കുമ്പോൾ കുറച്ച് ത്യാഗമുള്ളൊരു പണിയാണ്. ചിലപ്പോൾ കാലങ്ങളായിട്ട് നമ്മളിതിങ്ങനെ അനുഷ്ഠിച്ച് വരുന്നത് കൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ത്യാഗമായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിലും, അതൊരു ശീലമായി പോയത് കൊണ്ട് ഒരു ത്യാഗമായി അനുഭവപ്പെടുന്നില്ലെങ്കിലും ഇതൊരു ത്യാഗമായിട്ട് തന്നെയാണ് പടച്ചറബ് കാണുന്നത്. അതുകൊണ്ടാണ് യാത്രക്കാർക്കും രോഗികൾക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതും ഇളവ് നൽകിയിട്ടുള്ളതും. ഒരു മാസക്കാലത്ത് നമ്മളുടെ ഈ അധ്വാനം എന്ന് പറയുന്നത്, ഈ ത്യാഗമെന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. ഈ ആരാധനാകർമ്മം
നമ്മളുടെ ഈ ത്യാഗം അത് പൂർത്തിയാകുമ്പം എന്താണ് അതിൻ്റെ ഫലമായി ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾക്കൊരു ധാരണയുണ്ട്. അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പട്ടിണി മാത്രമായിട്ട് മാറും എന്ന ബോധം നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടീച്ചർമാരൊക്കെ ഒരു പാഠഭാഗത്തെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുന്നൊരു സാധനമുണ്ട്. ഇന്നത്തെ 40 മിനിറ്റ് ക്ലാസ് കൊണ്ട് എന്താണ് ഒരു കുട്ടി നേടേണ്ടത് എന്നവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കും. അതേപോലെ നമ്മളുടെ ഒബ്ജക്റ്റീവിനെ ഒന്നുകൂടെ പരിശോധിക്കുക. ആദ്യം ഞാനൊരു മാസം നോമ്പെടുത്താൽ എനിക്ക് എന്ത് കിട്ടണം എന്നായിരുന്നു ഞാൻ നേരത്തെ നിർണയിച്ചു വെച്ചത് എന്നതൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. നിർണയിച്ചിട്ടില്ലേ? ഇല്ലേ? എന്ത് നേടണമെന്ന്? സ്വർഗം നേടണം എന്നാണോ? ഒരു മാസക്കാലത്ത് നോമ്പ് കൊണ്ട് കിട്ടുന്നൊരു സാധനം അല്ല സ്വർഗം എന്ന് പറയുന്നത്. അത് നോമ്പിലൂടെ നേടിയെടുക്കേണ്ട മറ്റെന്തോ ഉണ്ട്. അത് നേടിയെടുത്താൽ കിട്ടുന്നതാണ് എന്ത്? സ്വർഗം എന്ന് പറയുന്നത്. ഒരു മാസക്കാലത്തെ നോമ്പ് കൊണ്ട് സ്വർഗം കിട്ടുക എന്നതല്ല, അല്ലെങ്കിൽ ഒരു നേരത്തെ നമസ്കാരം കൊണ്ട് സ്വർഗം കിട്ടുക എന്നുള്ളതല്ല. അതല്ല നമസ്കാരത്തിൻ്റെ ലക്ഷ്യം, അതല്ല നോമ്പിൻ്റെ ലക്ഷ്യം. ആ നോമ്പിലൂടെ നേടിയെടുക്കേണ്ട എന്തോ ഒന്നുണ്ട്. അത് നിർണയിച്ചിട്ടില്ലേ? ഇല്ലേ? എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നതാണ് എൻ്റെ പ്രശ്നം. എനിക്കിങ്ങനെ വർത്തമാനം പറയാനേ അറിയുള്ളൂ. നിങ്ങൾ പ്രതികരിച്ചാലൊരു സന്തോഷമാണ്. ലക്ഷ്യം നിർണയിച്ചിട്ടില്ലേ? ഉണ്ട്. എന്താണ് നിർണയിച്ച ലക്ഷ്യം? തഖ്വ ഉണ്ടാവണം എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ ഒരു ഉപഫലവും കൂടെയുണ്ട് റമദാനിലൂടെ നേടിയെടുക്കേണ്ട. നമ്മൾക്കത് പറയാം. എന്തായിരുന്നാലും ഓരോരുത്തരും എന്ത് പ്രവർത്തനത്തിനും അങ്ങനെ ഒരു ലക്ഷ്യം വേണം. ഓരോരുത്തരും ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നോമ്പെടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പം ഈ ഒരു മാസത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു മാസം ഞാൻ നോമ്പെടുക്കാൻ തീരുമാനിക്കുകയാണ്, അതെന്നതിന് വേണ്ടിയാണ് എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ലക്ഷ്യത്തെ ഒന്നുകൂടെ പരിശോധിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ 20 ദിവസത്തെ അധ്വാനം കൊണ്ട് എത്ര കണ്ട് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊന്ന് എന്ത് ചെയ്യുക? പരിശോധിക്കുക. ഇത് അനിവാര്യമാണ്. ഏത് പ്രവർത്തനവും ലക്ഷ്യം നിർണയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും ആ ലക്ഷ്യത്തിലെത്തണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ തുടങ്ങി വെച്ച് അങ്ങനെ പോയിട്ട് പിന്നെ അവസാനം ഇത് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ പോരാ. എന്ത് ചെയ്യണം? ഇടയിലൊരു പരിശോധന ആവശ്യമാണ്. ഇത് ആ ലക്ഷ്യത്തിലേക്കാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഈ മുഹാസബത്തുൻ നഫ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത്, ആത്മവിചാരണയെക്കുറിച്ച് പറയുന്നിടത്ത് പണ്ഡിതന്മാർ അതിനെ 3 ഘട്ടങ്ങളിലായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഖബലൽ അമലാണ്. ഒരു അമല് തുടങ്ങുന്നതിന് മുന്നേ ഒരു ആത്മവിചാരണ നടത്തണം എന്നതാണ്. രണ്ടാമത്തേത് അത്നാ അൽ അമൽ എന്നാണ്. ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്നതിന് ഇടയ്ക്ക് ആ പ്രവർത്തനത്തെ എന്ത് ചെയ്യണം? പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ്. മൂന്നാമത്തേത് ബഅദൽ അമൽ എന്നാണ്. ആ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പ്രവർത്തനത്തെ ഒന്ന് വിലയിരുത്തണം എന്നതാണ്. എന്താണ് അമലിന് മുന്നേ നടത്തേണ്ട ആത്മപരിശോധന എന്നറിയാമോ? അതേത് പ്രവർത്തനത്തിനും വേണം. ഏത് പ്രവർത്തനത്തിനും വേണം. അതാണ് നമ്മളുടെ നിയ്യത്തിനെ നന്നാക്കുക. സാധാരണ ഞാൻ പറയാറുള്ളത്, ആ ആത്മപരിശോധനയിൽ ഖബലൽ അമലുള്ള പ്രവർത്തനത്തിന് മുന്നേയുള്ള ആത്മപരിശോധനയിൽ 3 ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഒന്ന്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഞാൻ എന്നോട് എന്ത് ചെയ്യണം?
ചോദിക്കണം. അതെന്തും ആവട്ടെ. അപ്പം ഞാനൊരാളോട് സംസാരിക്കുകയാണ്, അപ്പം ഞാൻ ആലോചിക്കേണ്ടേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന ആളോട് ഇന്ന വിഷയത്തെ പറ്റി അല്ലെങ്കിൽ ഇന്ന ആളെക്കുറിച്ചൊരു കാര്യം പറയാൻ പോവാണ്. അതൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാണ്. അത് പ്രവർത്തനം ഒരു യാന്ത്രികമായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു ബോധം എനിക്ക് വേണമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിലും ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കുക, ഞാൻ എന്താ ചെയ്യാൻ പോണത്? ഞാൻ നിസ്കരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ദുഹർ നിസ്കരിക്കാൻ പോവുക, അല്ലെങ്കിൽ ഞാൻ 4 റക്അത്ത് നമസ്കരിക്കാൻ പോവാണ്. അതിനൊരു ഉത്തരം നമ്മളുടെ മനസ്സ് നമ്മൾക്ക് തരും. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയാമോ? രണ്ടാമത്തെ ചോദ്യം ഞാനിതെന്തിനാ ചെയ്യുന്നത് എന്നാ. ഇത് ചോദിച്ചാലേ നിയ്യത്ത് നേരാവുള്ളൂ. ഇങ്ങനൊരു ചോദ്യം ആരെങ്കിലും ഈ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ നിർവഹിച്ചിരുന്നോ? സ്വന്തത്തോട് ഞാൻ എന്തിനാ നോമ്പെടുക്കുന്നതെന്ന് ആരെങ്കിലും സ്വന്തത്തോട് ചോദിച്ചിരുന്നോ ഈ നോമ്പിൻ്റെ തൊട്ട് മുന്നേ? ഇല്ലേ? ഇതിങ്ങനെ കൊല്ലത്തിലൊരിക്കൽ ഇങ്ങനെയാണ്, റമദാനായി എന്ന് അറിയിപ്പ് കിട്ടും. പിറ്റേന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യും? സുബഹിൻ്റെ മുന്നേ എന്തെങ്കിലും കഴിക്കും, പിന്നെ മഗ്‌രിബിന് ആവുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? എന്തെങ്കിലും കഴിക്കുള്ളൂ. അത് കൊല്ലത്തിലൊന്നും ഇങ്ങനെയാണ്. ഇപ്പോൾ അതാ റമദാനായി എന്ന് അറിയാൻ പോവുകയാണ്, ഇനി നാളെ മുതൽ പകലൊന്നും കഴിക്കൂല, അതങ്ങനെയായിട്ട് പോയിക്കോളും. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് നോമ്പാണ്. എന്തിനാ അത് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, അതങ്ങനെ കൊല്ലത്തിലും അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് പലപ്പോഴും നമ്മളുടെ നോമ്പുണ്ടാവാറുള്ളത്, അല്ലേ? ആണ്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എന്തിനാണിത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം അതിൻ്റെ മുന്നേ നടത്തേണ്ടത്. നിങ്ങൾ നോക്കി, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. എന്താ ഈ നിയ്യത്ത് പറഞ്ഞാൽ? ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് എത്ര മണിക്ക് അവസാനിപ്പിക്കേണ്ടേ? എനിക്കൊരു സുഖമുണ്ടെന്ന്, പ്രത്യേകിച്ച് വിഷയമൊന്നും നിർണ്ണയിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരിടത്ത് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങോട്ടും ചാടാ. എന്താണ് ഈ നിയ്യത്ത് പറഞ്ഞാൽ? നിയ്യത്തില്ലാതെ ഒരു പ്രവർത്തനം നടക്കുമോ? നടക്കൂല. ഏത് പ്രവർത്തനത്തിൻ്റെ പിന്നിലും എന്തുണ്ടാവും? ഒരു നിയ്യത്തുണ്ടാവും. ആ നിയ്യത്തിനനുസരിച്ച് ആ പ്രവർത്തനം പടച്ചോൻ പരിഗണിക്കുന്നത്. ഇപ്പം ഞാൻ നന്മണ്ടയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പം എന്നെ നന്മണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച എന്തെങ്കിലും ഒരു മനസ്സിൻ്റെ ഒരു മോട്ടീവ് ഉണ്ടാവും. അത് ഇവിടുത്തെ കമ്മിറ്റിക്കാരെന്നെ വിളിച്ചത് വളരെ ബഹുമാന്യരായ ആളുകളാണ്, അവരോട് നോ പറയാൻ ശരിയല്ല, അങ്ങനെ ഞാൻ ഏറ്റു. അത് ഞാൻ ഏറ്റതായി, ഇനി പോയില്ലെങ്കിൽ അവരെ മുഖം കാണാൻ കഴിയില്ല, അതുകൊണ്ട് പോവാ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു നോമ്പുറ കിട്ടുന്നതല്ലേ, നോമ്പുറയിൽ എന്ത് ചെയ്യാം? കൂടെയും ചെയ്യാലോ. ഇതൊരു നിയ്യത്തായിരിക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ എന്നിപ്പോൾ പോയാൽ എന്തായാലും ഒരു ടീയേ കിട്ടല്ലോ, നിങ്ങൾ തരാൻ വേണ്ടി പറയലാണ്, പിന്നെ അതേതായാലും ഒഴിവാക്കണ്ട. ഇതൊരു നിയ്യത്താവാം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇന്നങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു സാധനം വെറുതെ നടക്കൂല. ഞാനിങ്ങനെ അസറ കഴിഞ്ഞപ്പോൾ അന്നപ്പോൾ എന്താ ചെയ്യുക, അന്നിപ്പോൾ പാലത്തേക്ക് പോവാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നൊന്നും അല്ലല്ലോ, ആണോ? അല്ല, പാലത്തേക്കായിട്ട് പോവാ എന്ന് വിചാരിച്ച് പോകുന്നതല്ല. ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച കൃത്യമായ എൻ്റെ മനസ്സിൻ്റെ എന്തോ ഒരു വിചാരമുണ്ട്, നിങ്ങളെ ഉണ്ടാവും അങ്ങനെ തന്നെ. അതെന്താണോ അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു ഹദീസിൽ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പം മക്കയിൽ നിന്ന് മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയ ആളുകളുടെ കൂട്ടത്തിൽ 2 തരക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ ഇന്നമൽ അമാലു ബിൻ നിയ്യാത്തി എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ എന്നിട്ട് 2 നിയ്യത്ത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ ഭൗതികമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്ന ആളുടെ കച്ചവടത്തിൽ പങ്കുചേരാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയവരുണ്ടാവും. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തി വിചാരിച്ചിട്ട് പോയവരുണ്ടാവും. ഇത് രണ്ടും എന്താണ്? നിയ്യത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും എന്താണ്? നിയ്യത്താണ്. അപ്പം നിയ്യത്തില്ലാതിരിക്കൂല. അപ്പോൾ ഒരാൾ പോകുമ്പോൾ അയാളുടെ നിയ്യത്ത് എന്താ വെച്ചാൽ അവിടെ പോയി എന്നാളെ കച്ചവടത്തിൽ ഷെയർ കൂടാ, അങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കാം
എന്നാൽ പിന്നെ ഏതായാലും പോവാം എന്ന് വിചാരിച്ച് പോയവരുണ്ടാവും. അല്ലെങ്കിൽ അവിടെ പോയാൽ നാളെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് കുടുംബമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാ, സുഖമായിട്ട് കഴിയുക എന്ന് വിചാരിച്ച് പോയവരുണ്ടാവും. അതൊരു നീയത്താണ്. പടച്ചോൻ ഈ കർമ്മത്തെ എങ്ങനെയാ പരിഗണിക്കുക? ഇത് നോക്കിയിട്ടാണ് പടച്ചോൻ എന്ത് ചെയ്യുക? പരിഗണിക്കുക. എന്തിനു വേണ്ടിയാണോ ആ കർമ്മം ചെയ്തത് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? അത് പരിഗണിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് പടച്ചോൻ എൻ്റെ കിതാബിൽ അല്ലെങ്കിൽ എൻ്റെ ഈ കർമ്മത്തെ പടച്ചോൻ വിലയിരുത്തുക. അവൻ ഇന്ന് വൈകുന്നേരം എന്ന സ്ഥലത്ത് പോയിട്ട് ഇത്ര സമയം ക്ലാസ് എടുത്തു, അതിന് പ്രതിഫലം നൽകണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച വിചാരം എന്താണ് എന്ന് നോക്കിയിട്ടാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നോക്കിയിട്ടാണ്. അപ്പം ഏത് പ്രവർത്തനവും ഇങ്ങനെയാണ്. നമ്മൾ എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്നത് പരിശോധിച്ചിട്ടാണ് ആ പ്രവർത്തനം പുണ്യമാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നത്. അപ്പോൾ നോമ്പും അങ്ങനെ തന്നെയാണ്. നോമ്പ് നോൽക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് ആ കർമ്മത്തെ എന്ത് ചെയ്യുക? പടച്ചോൻ പരിഗണിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു ലക്ഷ്യം നമ്മൾ കൃത്യമായി നേരത്തെ നിർണയിച്ചതാണ്. ഇപ്പം നമ്മൾ ആ ലക്ഷ്യത്തെ എടുത്ത് പരിശോധിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്ര കണ്ട് നമ്മൾക്ക് എത്താൻ കഴിഞ്ഞു എന്നത് നോക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. എവിടെയെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ നികത്തുന്ന രൂപത്തിലാവണം. ഇതിങ്ങനെ പോയാൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ നികത്തപ്പെടേണ്ടത് ആ കുറവുകളും കൂടെ നികത്തിക്കൊണ്ടായിരിക്കണം ഇനിയുള്ള നമ്മളുടെ അധ്വാനങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ ആശ്റ, അവസാനത്തെ 10 കയറിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു വജദ്ദ വശദ്ദൽ മിഅ്സറ എന്ന് പറഞ്ഞിട്ടുള്ളത്. രാത്രി സജീവമാക്കും, കുടുംബത്തെയൊക്കെ ഉണർത്തും. വജദ്ദ വശദ്ദൽ മിഅ്സറ, കൂടുതൽ പരിശ്രമിക്കും. അര മുറുക്കി ഉടുക്കുകയും ചെയ്യും. ഓരോന്നിനും വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പം ഈ ഒരു ഇനിയുള്ള പീരീഡിൽ എനിക്ക് ഇതിൻ്റെ ലക്ഷ്യത്തിലേക്കെത്താൻ, ഈ പ്രവർത്തനം കൊണ്ട് എന്താണോ ഞാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തിലേക്കെത്താൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതായിരിക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് എന്ന് ചുരുക്കം. എന്നിട്ട് നമ്മൾക്ക് ശവ്വാൽ 1 എന്നറിഞ്ഞാൽ ഈ കർമ്മത്തെ ഒന്ന് വിലയിരുത്തുമ്പം ഇത് വിജയകരമായ പ്രവർത്തനമാണ്. കാരണം ഇതുകൊണ്ട് എന്താണോ നേടേണ്ടത് അത് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെന്ത് ചെയ്യാൻ കഴിയണം? പറയാൻ കഴിയണം. ഇല്ലെങ്കിൽ അത് വെറും പട്ടിണിയായി പോവും. ഇനി ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തുങ്ങൾ പലാവർത്തി കേട്ടതായിരിക്കും. എന്താണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത? റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത എനിക്ക് നിങ്ങളോട് പുതുതായിട്ടൊന്നും പറയാനില്ല കേട്ടോ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത. ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നതുകൊണ്ട് അള്ളാഹു എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തതാണ്? നോമ്പിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ് ഈ മാസം. ഈ മാസത്തിൻ്റെ പ്രത്യേകത ഇത് വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമാണ് എന്നതല്ല. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. സബബിയാണ് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞതാണ് കാരണം. മുകളിൽ പറഞ്ഞത് കാരണമാണ്. ഖുർആൻ അവതീർണമായി എന്ന കാരണത്താൽ, അതുകൊണ്ട് ആരെങ്കിലും ഈ മാസത്തിന് സാക്ഷിയാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ മാസത്തെ വ്രതമനുഷ്ഠിക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ അവതീർണമായ മാസമാണ് എന്നതാണ് റമദാനിനെ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇത് ഖുർആൻ ഇറങ്ങിയത് റമദാനിൽ എന്നാ? ഇറങ്ങിയത്
ഓ, ലൈലത്തുൽ ഖദറിൽ, ഖദറിൻ്റെ രാത്രിയിൽ, ലൈലത്തുൽ ഖദറിൽ അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് അവതരിച്ചതല്ലല്ലോ ഖുർആൻ. പിന്നെന്താ ലൈലത്തുൽ ഖദറിൽ അവതരിച്ചതാന്ന് പറയാൻ കാരണം? ഖുർആൻ ഇറങ്ങിയത് മുനജ്ജമായിട്ടാണ്, അല്ലെങ്കിൽ മുഫസ്സലായിട്ടാണ് എന്നൊക്കെ പറയാം. ഘട്ടങ്ങളായിട്ടാണ് അത് അവതീർണമായിട്ടുള്ളത്. ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പിന്നെ എന്തേ അത് ഖദറിൻ്റെ രാത്രിയിലാണ് ഇറങ്ങിയത് എന്ന് പറയുന്നത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ആ രാത്രിയെക്കുറിച്ച് ലൈലത്തുൽ മുബാറക എന്നും പറയുന്നുണ്ട് ഖുർആൻ. ബറക്കത്താക്കപ്പെട്ട രാത്രി എന്നും പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇത് ഘട്ടം ഘട്ടമായി ഇറങ്ങിയ ഗ്രന്ഥമാണെങ്കിലും ഇതിനെ ഖദറിൻ്റെ രാത്രിയിലാണ് ഇറങ്ങിയത് എന്ന് പറയാൻ കാരണം എന്താ? ഓ, എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ മനസ്സിലാക്കിയത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പ്രതികരിക്കാൻ അറിയുന്ന ആളുകളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ബാക്കിയുള്ളവർ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് അറിയുന്ന ആളുകൾ സൈലൻ്റ് ആവുന്നത്. അപ്പം ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. ഒരു മുന്നിലുണ്ടല്ലേ, ഒരു പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കേണ്ട. അത് ഇങ്ങനെ കേട്ടാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ നിൽക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തു നിന്നുള്ള പ്രതികരണം കൂടി എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ഒന്നുമില്ല, ഞാൻ പറയാം. ക്ഷീണം കൊണ്ട് പറയാൻ കഴിയാഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിക്കുക. നോമ്പ് അതിൻ്റെ അവസാന സമയത്തിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കല്ലേ. പിന്നെ ലൗഹുൽ മഹ്ഫൂദ് ഇതിലെല്ലാം ഉണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം ഉണ്ട്. എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഒരു ഫലകമാണെന്ത്? ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ആദ്യം ഇറങ്ങിയത് എങ്ങോട്ടാ? ഇല സമാഇദ്ദുനിയ, സമാഉദ്ദുനിയയിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആകാശത്തേക്കാണ്. അവിടെ നിന്നായി ആണ് മുഫസ്സലായിട്ട് അല്ലെങ്കിൽ മുനജ്ജമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ആരിലേക്ക് എത്തുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത്. ഈ സമാഉദ്ദുനിയയിലേക്കുള്ള ഒന്നിച്ചുള്ള അവതരണത്തെയാണ് അൻസൽനാഹു എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഈ പദങ്ങളെ കുറച്ചുകൂടെ ആഴത്തിൽ വിലയിരുത്തണമെങ്കിൽ കുറച്ചുകൂടെ അത് മനസ്സിലാവും. ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ അൻസല എന്ന പദമല്ലാതെ സമാനമായ വേറൊരു പദം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ അറിയാം നിങ്ങൾക്ക്? അൻസലൽ ഖുർആന എന്നല്ലാതെ വേറൊരു പദപ്രയോഗം കൂടെ ഖുർആൻ നടത്തുന്നുണ്ട്. എന്താ? നസ്സലൽ ഖുർആന. നസ്സലൽ ഖുർആന, അലിഫ് ലാം മീം തൻസീലുൽ കിതാബ്, അതാ പദത്തിന്റെ മസ്ദറാണ്. എന്താണ് ഈ നസ്സലൽ ഖുർആനയും അൻസലൽ ഖുർആനയും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഇറക്കി എന്ന് തന്നെയാണ്. നസ്സല എന്ന് പറഞ്ഞാലും ഇറക്കി എന്നാണ്, അൻസല എന്ന് പറഞ്ഞാലും ഇറക്കി എന്നാണ്. പക്ഷെ അത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അൻസല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഘട്ടമായിട്ട് ഇറക്കുന്നതിനെയാണ് എന്താ പറയുക, ഒന്നിച്ചിറക്കുന്നതിനെയാണ് അൻസല എന്ന് പറയാ. നസ്സല എന്ന് പറയാ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യുന്നതിനാണ്, ഇറക്കുന്നതിനെയാണ്. ഇത് വേറെ കാര്യങ്ങളുടെ വിഷയത്തിലും ഇപ്പൊ വെള്ളത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൻസൽന സമാ എന്നും പറഞ്ഞിട്ടുണ്ട്, നസ്സൽന മിനസ് സമാഇ മാഅൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെള്ളം മഴ പെയ്തു എന്നുള്ളതിന് അൻസല മിനസ് സമാഇ മാഅൻ എന്നാണോ പറയേണ്ടത്, അല്ല നസ്സല മിനസ് സമാഇ മാഅൻ എന്നാണോ പറയേണ്ടത്? യഥാർത്ഥത്തിൽ അൻസല മിനസ് സമാഇ മാഅൻ എന്നത് ഒറ്റയടിക്കുള്ള ഇറക്കലാണ്. ഈ ഭൂമിയെ പടച്ചവൻ ഉണ്ടാക്കുന്നത് ഘട്ടങ്ങളായിട്ടാണ്. ഭൂമിയിൽ അതിൻ്റെ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടത്തിൽ എന്തില്ല, വെള്ളല്ല, ചുട്ടുപൊള്ളുന്ന ഒന്നായിരുന്നത് ഗ്രഹമായിരുന്നു ഈ ഭൂമി എന്ന് പറയുന്നത്. പിന്നെ അവിടേക്ക് ഇങ്ങനെ വെള്ളെത്തിയത്, വെള്ളം ഇങ്ങനെ ഭൂമിയിലേക്ക് എത്തിയത് നിങ്ങൾ പരിശോധിച്ചോളൂ. വെള്ളം ഭൂമിയിലേക്ക് ആകാശത്തു നിന്ന് പതിച്ചതാണ്. വലിയ ജലസാന്നിധ്യമുള്ള ഉൽക്കകൾ പോലെയുള്ളത് പതിച്ചിട്ട് എന്ത് ചെയ്തതാണ്, ഭൂമിയിലേക്ക് വെള്ളമെത്തിയതാണ് എന്നതാണ് ആ വിഷയത്തിലുള്ള നിഗമനം. നിങ്ങൾ കൂടുതൽ പരിശോധിക്കാം. ഈ ഇരുമ്പിനെ കുറിച്ച് പറയുന്ന, അപ്പം പിന്നെ ഭൂമിയിൽ വെള്ളം എത്തിയതിന് ശേഷം പിന്നെ ഈ മഴ എന്ന് പറയുന്നത് ഈ സൈക്കിളാണ്. അതിനുശേഷം
വെള്ളമിറക്കിയതിന് ശേഷം പിന്നെ ഭൂമിയിൽ പടച്ചവൻ എന്തുണ്ടാക്കി വെച്ചാൽ സസ്യങ്ങളെ ഉണ്ടാക്കി. അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനത്ത് തമറാത്തി, ഫലവർഗ്ഗങ്ങൾ ഉണ്ടാക്കി, സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അത് ഭൂമിയിൽ എന്ത് വന്നതിന് ശേഷമാണ്? വെള്ളം വന്നതിന് ശേഷം. വെള്ളത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയതാണ്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഭൂമിയിൽ നിന്ന് അള്ളാഹു സസ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നീട് ഉണ്ടാവുന്നത് സൈക്കിളാണ്. ഇത് ബാഷ്പീകരിച്ച് പോവുക, അത് ഘനീഭവിച്ചു മഴയായിട്ട് എന്ത് ചെയ്യുക, പെയ്യുക എന്നുള്ളത്. അത് തൻസീലാണ്. അത് പിന്നീട് അതിനെങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കുന്നതാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അൻസൽനാഹു എന്ന ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒന്നിച്ച് ഖുർആനിനെ ഇറക്കിയതിനെ കുറിച്ചാണ്. അത് എവിടെ നിന്ന്? മിനൽ ലൗഹി ഇലസ് സമാഇ അദ്ദുനിയ, അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്ദുനിയയിലേക്കുള്ള പരിശുദ്ധ ഖുർആൻ. ആ അവതരണം നടന്ന രാത്രിയാണെന്ത്? ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പടച്ചതമ്പുരാൻ അതിൻ്റെ മഹത്വം പറയുന്നതിന് മുന്നൊരു ചോദ്യം ചോദിക്കുക ചെയ്യുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താന്ന് നിനക്ക് എന്തറിയാം? അങ്ങനെ പടച്ചവൻ ചോദിക്കൽ എപ്പോഴാണെന്നറിയാവോ? ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾക്കൊരു കണക്കൂട്ടൽ ഉണ്ടാവും. അതിങ്ങനെയായിരിക്കുന്നത്. നിങ്ങളുടെ കണക്കുകൂട്ടലിൻ്റെ ഒന്നും ഉള്ളിലല്ല, അതിനേക്കാൾ എത്രയോ മഹത്തരമാണ് അത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചവൻ ആ ചോദ്യം ചോദിക്കാറുള്ളത്. മുട്ടിയലക്കുന്ന ശബ്ദം എന്നൊക്കെയാണ് അതിനർത്ഥം. മൽഖാരിയ എന്താണ്? വമാ അദ്റാക മൽഖാരിയ, അതെന്താണെന്ന് നിനക്ക് എന്തറിയാം എന്ന് പടച്ചവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, അത് നമ്മൾ കണക്കൂട്ടിയ പോലൊന്നും അല്ല, അതിനേക്കാൾ എത്രയോ ഭീകരമാണ് അത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ കണക്ക് കൂട്ടലുകളെക്കാൾ വലുതാണ് അത് എന്ന് വരുമ്പോഴാണ് പടച്ചവൻ എന്ത് ചെയ്യാറുള്ളത്? അങ്ങനൊരു ചോദ്യം ചോദിക്കാറുള്ളത്. വമാ അദ്റാക എന്ന് പറഞ്ഞുകൊണ്ട്. ലൈലത്തുൽ ഖദറിനെ കുറിച്ചും പടച്ചവൻ സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ ആ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്ക് എന്തറിയാം എന്ന് ചോദിച്ചാൽ തന്നെ അത് നമ്മളുടെ കണക്ക് കൂട്ടലുകളെക്കാളൊക്കെ മഹത്തരമാണ് എന്നാണ് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടാണ് പറയുന്നത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അത് 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായതാണ് എന്ന്. അങ്ങനെ 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായ, മുബാറക്കത്തായ, അനുഗ്രഹീതമായ, ബറക്കത്താക്കപ്പെട്ട ഖുർആൻ അവതരിച്ച ഒരു രാത്രിയെ പ്രതീക്ഷിക്കാവുന്ന സമയത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നൊരു ബോധം കൂടെ നമ്മൾക്കുണ്ടാവണം. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ പലപ്പോഴും കേട്ടില്ല. മൻ ഖാമ റമദാന എന്ന് മുത്തഫഖുൻ അലൈഹിയായ റിപ്പോർട്ടിൽ ആ വാചകം ഒരിടത്ത് നമ്മൾക്ക് ഇങ്ങനെ കാണാം. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിൽ ആരെങ്കിലും ഈമാനോടും ഇഹ്തിസാബോടും കൂടെ നമസ്കരിച്ചാൽ അവര് കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും എന്ന്. അപ്പം അത് ഈ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കാമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരമൊരു സമയത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നൊരു ബോധം കൂടെ നമ്മൾക്കുണ്ടാവണം. ആ ഒരു പുണ്യം കൂടെ കരസ്ഥമാക്കാൻ നമ്മൾക്ക് കഴിയണം. ഞാനൊരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, അതിൻ്റെ ഫദ്ലിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇൻ വാഫഖതു ലൈലത്തുൽ ഖദ്രി ഫമാദാ അഖൂലു എന്ന്. ഞാൻ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ട, ലൈലത്തുൽ ഖദറുമായിട്ട് ഒത്തുവന്നു എന്നനുഭവപ്പെട്ടാൽ, ഇന്ന് ലൈലത്തുൽ ഖദറാണ് എന്നെനിക്ക് അനുഭവപ്പെട്ടാൽ ഞാൻ എന്ത് പറയണം എന്ന് ചോദിച്ചപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാമോ?
ആ പ്രാർത്ഥനകൾ പഠിച്ചതായിരിക്കല്ലോ. എന്താ പറഞ്ഞു കൊടുത്തത്? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുക എന്നത് നിനക്കിഷ്ടമാണ്, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്ത് തരണമേ, എനിക്ക് അഫ്വ് നൽകണമേ എന്ന. അഫ്വ് എന്ന് പറഞ്ഞാൽ ഈ അഫ്വും മഗ്ഫിറത്തും തമ്മിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അഫ്വ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, നമ്മളെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒന്ന് കവർന്നെടുത്തു, അയാൾക്ക് പിന്നെ അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി, തെറ്റായിരുന്നു എന്ന് തോന്നി, നമ്മളെടുത്ത് വന്ന് മാപ്പ് ചോദിച്ചു, ഞാൻ എന്നെ അങ്ങനെ വേദനിപ്പിച്ചതിന് ഇങ്ങനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മളെന്ത് ചെയ്യും? പുറത്തു കൊടുക്കും ചിലപ്പോൾ, അല്ലേ? നമ്മളുടെ നല്ല മനസ്സുകൊണ്ട്. പക്ഷെ പുറത്തു കൊടുത്താലും ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ അതുണ്ടാവും, ആ വേദന അവിടെ ഉണ്ടാവും, ആ വേദനിപ്പിച്ചതിൻ്റെ വേദന അവിടെ ഉണ്ടാവും. എന്നാലും ഓക്കെ, കുഴപ്പമില്ല, ഇങ്ങനോട് വന്ന് മാപ്പ് ചോദിച്ചല്ല, നിനക്ക് ഞാനത് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയും. ശരിക്കും ഇതല്ല അഫ്വ് എന്ന് പറയുന്നത്. അഫ്വ് എന്ന് പറയുന്നതിന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യലാണ്? ആയിട്ട് ഒഴിവാക്കലാണ്. എൻ്റെ ഉള്ളിലേ അതില്ല, ഞാൻ ഒഴിവാക്കി, ഞാൻ വിട്ടു. ഇതിനാണ് അഫ്വ് എന്ന് പറയുന്നത്. പടച്ചോൻ അഫ്വാണ്. പടച്ചോൻ അങ്ങനെ വിട്ടു കൊടുക്കുന്നവനാണ് അങ്ങേയറ്റം. അങ്ങനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് പടച്ചോന് ഇഷ്ടമാണ്. അപ്പോൾ അത് ചോദിക്കാനാണ്, അതിനെ ചോദിക്കാനാണ്, ആ അഫ്വിനെ ചോദിക്കാനാണ് ഈ അങ്ങേയറ്റം പുണ്യകരമായ സമയത്ത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അതിനെ നമ്മൾ എങ്ങനെ മുതലാക്കണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇനി വരുന്ന ഈ സമയത്ത് 10 ദിവസങ്ങൾ അല്ലെങ്കിൽ പിന്നെ അതിൽ കുറഞ്ഞ ഒരു സമയം പൂർണ്ണമായി കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് കിട്ടുന്നു എങ്കിൽ ആ ദിവസങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ ഒരു പാപക്കറയും ബാക്കിയാവാതിരിക്കാൻ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. ചില ആളുകളുണ്ട്, അവർ നല്ല അലക്കി തേച്ച ഒരു പൊടിയുമില്ലാത്ത ഒരഴുക്കില്ലാത്ത വസ്ത്രമൊക്കെ ഇട്ടായിരിക്കും നടക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സ് മുഴുവൻ അഴുക്ക് നിറഞ്ഞതായിരിക്കും. എങ്ങനെ അഴുക്ക് പിടിക്കുക? തെറ്റ് ചെയ്തതിൻ്റെ പേരില്ല. തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? നുക്കിത ഫി ഖൽബിഹി നുക്തതൻ സൗദാ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ഒരു കറുത്ത പുള്ളി വീഴും. വീണ്ടും അവൻ തെറ്റിൽ തുടരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ആ കറുത്ത പുള്ളി വർദ്ധിച്ച് ചില ആളുകളുടെ കൽബാകെ റാന് പിടിച്ചു പോകും. അതിന് തെളിവായിട്ട് ഈ ആയത്ത് ഓതാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കാര്യം അങ്ങനെയല്ല, അവരുടെയൊക്കെ മനസ്സ് അവരുടെ പ്രവർത്തന ഫലമായിട്ട് കറ പിടിച്ചിരിക്കുകയാണ് എന്നതൊരു വലിയ പ്രശ്നം കൂടെ കേട്ടോ. നമ്മൾ കുറേ വാത് കേൾക്കുന്നു, ഖുർആൻ ക്ലാസ്സിലിരിക്കുന്നു, പക്ഷെ നമ്മുടെ മനസ്സിനത് സ്വാധീനിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം വരുത്തുന്നില്ല. അതിൻ്റെ കാരണം എന്താ അറിയാമോ? എത്ര വാത് കേട്ടിട്ടും നമ്മൾക്കത് ചിലപ്പോൾ സ്വാധീനിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലവും അതുകൊണ്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ആ കേൾക്കുന്ന സാധനം എങ്ങോട്ട് കയറുന്നുണ്ടാവില്ല? മനസ്സിലേക്ക് കയറുന്നുണ്ടാവില്ല. മനസ്സിലേക്ക് കയറാതിരിക്കാൻ കാരണം എന്താ? മനസ്സ് കറ പിടിച്ച് കിടക്കുക എന്നുള്ളതാണ്. സ്വാധീനിക്കും, നമ്മളെ ഉറപ്പാ സ്വാധീനിക്കും. കേൾക്കുന്ന ഉപദേശങ്ങൾ, വായിക്കുന്ന ഖുർആൻ വചനങ്ങൾ, കേൾക്കുന്ന ഖുർആൻ ക്ലാസ്സുകൾ നമ്മളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും, നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കും, ഉറപ്പാ. അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ, അതിൻ്റെ പുറത്തുള്ള ഈ കറ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ചെയ്തു പോയ തെറ്റുകളുടെ പേരിലുള്ള കറ. അതിൽ തന്നെ അങ്ങനെ പടച്ചവനോട് നമ്മളിപ്പം ഇനിയുള്ള സമയം നമ്മളുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചാൽ നമ്മൾ കുറേ ഇസ്തിഗ്ഫാർ നടത്തും. ചിലപ്പം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, എനിക്ക് വിട്ടുവീഴ്ച തരണം. നമ്മൾ ചിലപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയുള്ള സമയങ്ങൾ. അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സ്പെസിഫിക് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോയ തെറ്റുകളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി
ശ്രമിക്കുക. എന്തൊക്കെയാണ് എൻ്റെ അടുത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ അത് ഏറ്റു പറയാം. ഇപ്പം അൽ-ഇഅ്തിറാഫു ബിദ്ദംബ് എന്നത് തെറ്റ് അംഗീകരിക്കുക എന്നത്, തെറ്റ് സമ്മതിക്കുക എന്നുള്ളത് തെറ്റ് പുറത്തു തരാനുള്ള ഷർത്തുകളിൽ ഒന്നാണ്, അതിൻ്റെ നിബന്ധനകളിൽ ഒന്നാണ്. അപ്പം അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ അങ്ങനെ പൊതുവേ ആയിട്ട് പറയാന്നുള്ളതല്ല. നമ്മൾ ഓർത്തെടുക്കുക, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, അതിൽ ഇടപാടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് തീർത്തിട്ട് വേണം പടച്ചവനോട് മാപ്പ് വയ്ക്കാൻ. അതിനൊരു മടിയും കാണിക്കേണ്ട, ഒരു മടിയും കാണിക്കേണ്ട. ആരെങ്കിലും വേദനിപ്പിച്ച് പോയതാണെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ച് അങ്ങനെ എന്ന ആളോട് പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്കത് വിട്ടുവീഴ്ച തരണം, ആ ഒരു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞിട്ടത് വിട്ടുവീഴ്ച ചെയ്ത് തരണം എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇല്ലെങ്കിൽ ഈ ഹിസാബിൻ്റെ തൊട്ടു മുന്നേ മഹ്ഷറിൽ ആ വലിയ സമ്മേളനത്തിൽ നടക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. വിചാരണക്കെടുക്കുന്നതിന് തൊട്ടു മുന്നേ ആർക്കെങ്കിലും ആരെടുത്തുന്നെങ്കിലും വല്ല മദ്ലമത്തും കിട്ടാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കട്ടെ എന്നതാണ് ആ അനൗൺസ്മെന്റ്. അതും കൂടെ തീർപ്പാക്കിയിട്ടേ പടച്ചോൻ എന്ത് ചെയ്യുള്ളൂ? ഓരോരുത്തരുടെയും കർമ്മങ്ങൾ എടുക്കുള്ളൂ. അപ്പം ഈ വിളി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് ആളുകൾ വരും. അത് ചിലപ്പോൾ എൻ്റെ ഭാര്യ ആയിരിക്കും, എൻ്റെ ഉമ്മ ആയിരിക്കും, എൻ്റെ ഒപ്പയായിരിക്കും, എൻ്റെ മക്കളായിരിക്കും, സഹോദരങ്ങളായിരിക്കും. കാരണം അവിടെ നസബിൻ്റെ പ്രശ്നേ ഇല്ല. നസബ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഫല അൻസാബ ബൈനഹും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർക്കിടയിൽ നസബില്ല, അതൊന്നും പരിഗണിക്കൂല. എന്നിട്ട് എന്തിനാ വരുന്നത്? ഞാൻ അവർക്ക് കൊടുക്കാനുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ? കൊടുക്കാൻ വേണ്ടിയിട്ടാ, ഇടപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ടാ. അത് തീർക്കെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമലും എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരാൾ വന്നു, ഞാൻ ഏതെങ്കിലും നിലക്ക് അയാളുടെ അവകാശം കവർന്നതാണ്, എൻ്റെ ഒരു അമലെടുത്തിട്ട് അവിടെ കൊടുത്തു. അപ്പണ്ട് വേറൊരാൾ വരുന്നു, ഞാൻ ആകെ ബേജാറാവും, പടച്ചോനെ അത് പോയി, പിന്നെ ഒന്നുകൂടി പോയി, പിന്നെയും വരുന്ന ഒരാൾ, ആമലും പോയി, പിന്നെയും വരുന്ന ഒരാൾ, പടച്ചോനെ എൻ്റെ ഒക്കെ തീർന്നു പോകണോ? അങ്ങനെ ആ ഇടപാട് തീർത്തിട്ടേ പടച്ചോൻ എന്ത് ചെയ്യുള്ളൂ? ഹിസാബ് നടത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ നീതി നടപ്പിലാവണം എന്നുള്ളത് കൊണ്ടാ. അതിൽ വരുന്നൊരു സങ്കടം എന്താ അറിയാമോ? ഇപ്പം മരണപ്പെട്ടു പോയ ആളുകളുണ്ടാവും, അവർ മരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? തീർപ്പാക്കിയിട്ടുണ്ടാവില്ല. മരിച്ചതിന് ശേഷം നമുക്ക് ബോധം വരുന്നത് അത് ഉപ്പയാവാം, ഉമ്മയാവാം, ആരും ആവാം. എന്നിട്ടാണ് നമുക്ക് ബോധം വരുന്നത്, അതിന് നമുക്ക് പിന്നെ തീർപ്പാക്കാൻ കഴിയുമോ? സാമ്പത്തിക ഇടപാടാണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു, അത് ആരെങ്കിലുമൊക്കെ തീർക്കുന്നു, അല്ലെങ്കിൽ പിന്നെ നമുക്ക് തീർക്കാമെന്നൊക്കെ വിചാരിക്കായിരുന്നു. അല്ലാത്ത ഇടപാടുകളാണ് ഇത് അവിടെ പോയിട്ട് തീർക്കേണ്ടി വരും. അവിടെ പോയിട്ട് തീർക്കാനാണെങ്കിലോ നമ്മളുടെ സമ്പത്തുകൊണ്ടൊന്നും കഴിയില്ല. ഇനി അവിടെ പോയിട്ട് അവർ നമ്മൾക്ക് ഒഴിവാക്കി തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ തീർപ്പാക്കാത്തതാണെങ്കിൽ ഒഴിവാക്കി തരൂല, ഉറപ്പ് ഒഴിവാക്കി തരൂല. അത് ഇവിടുന്നേ നടക്കുള്ളൂ. അവിടെ അത്രക്ക് സ്വാർത്ഥരായിരിക്കും മനുഷ്യർ. ഓരോരുത്തർക്കും, നമ്മൾക്കും അതെ, രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കും ചിന്ത. അതുകൊണ്ട് ആരും ഒഴിവാക്കി തരില്ല, ഇവിടുന്ന് ഒഴിവാക്കി തരും. അതുകൊണ്ടാണ് ഇവിടുന്ന് തീർപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തീർപ്പാക്കിയിട്ട് വേണം ആരോട് ചോദിക്കാൻ? പടച്ചവനോട് മാപ്പിന് ചോദിക്കാൻ. ഇല്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാൽ നമ്മളുടെ കർമ്മങ്ങൾ നോക്കുമ്പോൾ കർമ്മങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് തീർക്കണമല്ലോ. അതുകൂടെ ചെയ്തുകൊണ്ടാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതൊരു ആരാധനാകർമ്മത്തിൻ്റെയും പിന്നിലുള്ള ലക്ഷ്യത്തെ വേണമെങ്കിൽ നമ്മൾക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, അത് തസ്കിയത്ത് എന്നതാണ്. തസ്കിയത്ത് എന്ന ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ തസ്കിയത്താണ്. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ അതിനെ വളർത്തി എന്നർത്ഥവുമുണ്ട്. ഇപ്പോൾ ജക്കൽ മാലു എന്ന് പറഞ്ഞാൽ നമാന, വളർന്നു എന്നാണ്. തസ്കിയത്ത് എന്ന പദത്തിന് ശുദ്ധീകരിച്ചു എന്നർത്ഥമുണ്ട്. ജക്കത്ത് തൗബ എന്ന് പറഞ്ഞാൽ ഐ ത്വഹറഹു എന്നാണ്, അതിനെ ശുദ്ധീകരിച്ചു എന്നാണ്. ആരാധനാകർമ്മങ്ങൾ കൊണ്ട് സാധ്യമാകേണ്ടത് ഈ തസ്കിയത്താണ്. മനസ്സിനെ നല്ല കാര്യങ്ങൾ കൊണ്ട് വളർത്തിയെടുക്കുകയും അലങ്കരിക്കുകയും ചെയ്യുക. അതിലുള്ള മോശം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് രണ്ടുമാണ് ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് നമ്മൾക്ക് നേടാൻ കഴിയേണ്ടത്. ശവ്വാൽ 1 അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയേണ്ടത് അലാമ ഹദാക്കും, നമ്മൾക്ക് കിട്ടിയ ഹിദായത്തിൻ്റെ പേരിലുള്ള സന്തോഷമായിരിക്കണം. ഒരു മാസക്കാലത്ത് നമ്മളുടെ അധ്വാനം ഫലപ്രദമായതിൻ്റെ പേരിലായിരിക്കണം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. ഒരിക്കലും റമദാനിൽ ഈ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്,
പിന്നെ അടുത്ത റമദാനിൽ നമ്മളിൽ എത്ര പേരുണ്ടാവും എന്നൊന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ. പക്ഷേ അതൊക്കെ നമ്മൾ കൊല്ലം കുറേ ആയാലും കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. പക്ഷെ അത്തരം ആളുകൾക്ക് ചിലപ്പോൾ ഒരു കൊട്ട് കിട്ടിയാലേ എന്ത് ചെയ്യുള്ളൂ, ബോധം വരുള്ളൂ. അത് ഉമ്നിയത്താണ്. അമാനി എന്ന് പറഞ്ഞിട്ടില്ലേ പടച്ചോൻ, വഗറത്കുമുൽ അമാനിയു ഹത്താ ജാഅ അംറുല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നവരെ ഈ ഉമ്നിയത്ത് അവരെ പറ്റിച്ചു എന്ന് വെച്ചാൽ സമയമുണ്ട്, ഇനിയും അവസരമുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്താഗതി അത്തരം ആളുകൾ നന്നാവാനുള്ളതല്ല. അവർ പടച്ചോൻ്റെ കൽപ്പന വരുന്നത് വരെ അങ്ങനെ ആ ഉമ്നിയത്തിൽ തന്നെ, ഉമ്നിയത്തിൻ്റെ ചതിയിൽ തന്നെ പെട്ടുപോകും. അപ്പം ഇനിയൊരു അവസരത്തെ കാത്തിരിക്കേണ്ട, നമ്മളുടെ മുന്നിലുള്ള ഒരു കുറഞ്ഞ ദിവസങ്ങളുണ്ടല്ലോ, അതിലൂടെ നേടേണ്ടത് നേടാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും കാരുണ്യവാനായ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിഹിൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.